VP മുസ്തഫ അദ്ദേഹം പറയുന്നത് അതൊരു സാധാരണ നടക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, അത്ര നിസ്സാരവൽക്കരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്? അതായത് ഇവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് വല്ലാതെ വീർപ്പ് മുട്ടിക്കാൻ സ്നേഹം കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് അങ്ങ് ജയിപ്പിച്ചു കൊണ്ടുവന്നുള്ളതാണ്. എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നതെന്നുള്ളത്, ആരൊക്കെയായിട്ടാണ് ഇവർ സന്ധി ചേർന്നതെന്നുള്ളത് വളരെ കൃത്യമായി പച്ചവെള്ളം പോലെ വ്യക്തമാണ്. അപ്പോഴും അവർ കരുതുന്നത് അവർക്ക് കിട്ടിയ വലിയ മാൻഡേറ്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയത് അവരോടുള്ള അമിത താല്പര്യം കൊണ്ട് ചെയ്ത് കിട്ടിയതാണ്, അതുകൊണ്ട് എന്തും കാണിക്കാമെന്നുള്ളതാണ്. അതിനെയാണ് ഇപ്പോൾ പറയുന്നത് ഈ ജനാധിപത്യമാണ് അവിടെ നടക്കുന്നത്. റോഡിൽ കിടക്കുന്ന ഈ തെരുവിളി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു VP ദിവസം 2 കൂടി ഞായറാഴ്ച കൂടി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള തെരുവുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാന തെരഞ്ഞെടുപ്പ്. എന്ത് തോന്നുന്നു? അതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് ഇപ്പം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, അവരുടെ യോഗം ചേരുക, അതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് റജി. ഞങ്ങൾ അതിൽ ഇടപെടില്ല, ഞങ്ങൾക്ക് അതിൽ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. പ്രശ്നം എന്താ, നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 102 MLA-മാരെ കിട്ടി, നിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തെരുവിൽ കിടന്ന് ജാഥ നടത്തി ആളുകളെ ദ്രോഹിക്കുന്ന സമീപനമുണ്ടാകണോ? ഇതിനെ ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമോ? നമ്മളെന്തിനാ തെരുവിൽ പ്രകടനം നടത്തേണ്ടത്? ഒരു പൊതുവായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ തന്നെ വലിയ നിലയിൽ ഉയർത്തിയ ഒരു സമരമല്ലേ ആശമാരുടെ സമരം, അതിനുവേണ്ടി ഒരു ജാഥ നടത്തുന്നു, നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ട് CPM-ന്റെ ആക്രമണം ഉണ്ടായി, അതിൽ പ്രതിഷേധിക്കാൻ ഒരു ജാഥ നടത്തുന്നു, മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ യോഗം ചേർന്ന് ഡൽഹിയിൽ ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനത്തിന് വേണ്ടി കണ്ണൂരിൽ പ്രകടനം നടത്തുന്നത് എന്തിനാ? അത് ഒരു ഗ്രൂപ്പുകാരാണ് നടത്തുന്നത്. കോൺഗ്രസിന്റെ മുഴുവൻ ആളും പ്രകടനം നടത്തിയോ? കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പുകാർ നിങ്ങളുടെ പാർട്ടിക്കകത്ത് അഭ്യന്തരമായി എടുക്കേണ്ട ഒരു തീരുമാനത്തിന് വേണ്ടി നടുറോട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് ആകെ ജനങ്ങൾക്ക് ദ്രോഹകരമാക്കിയിട്ട് ഒരു പ്രകടനം നടത്തുന്നത് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയോ? തിരിച്ച് KC വേണുഗോപാലിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്രകടനം നടന്നാലോ? രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വീണ്ടും ഒരു പ്രകടനം കഴിഞ്ഞാലോ? റജി, ഇതൊക്കെ ജനാധിപത്യമാണോ? അതിനെയാണോ നിങ്ങൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്? ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്താ? ഇപ്പൊ കണ്ണൂരിൽ നമ്മൾ കാണുകയല്ലേ സിജി, കർണാടകയിൽ എന്താ കർണാടകയിലെ സ്ഥിതി? നിങ്ങൾ ഈ ജനാധിപത്യം തന്നെയല്ലേ പറയുന്നത്? ഇപ്പൊ മാസത്തിൽ 4 തവണയും DK ശിവകുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എവിടെയാ? നിങ്ങൾ ഹൈക്കമാൻഡിനെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിലാ. ആരുടെ ചെലവിലാ പോകുന്നത്? കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി ഒരു മാസത്തിൽ 4 തവണ, അല്ല കർണാടകത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കാനല്ല. എന്തിനാ DK ശിവകുമാർ ചില ഘട്ടങ്ങളിൽ MLA-മാരെ കൂട്ടിയിട്ട് പോകുന്നു, ചിലപ്പോൾ MLA-മാർ മാത്രമായിട്ട് പോകുന്നു, 10ഉം 15ഉം MLA-മാർ. അവിടെ ഇപ്പോൾ ഭരണസ്തംഭനമല്ലേ കർണാടകത്തിൽ? സിദ്ധരാമയ്യയെ മാറ്റണം എന്ന് പറഞ്ഞ് DK ശിവകുമാർ ഇറങ്ങിയിരിക്കുകയല്ലേ. ഇതാണോ ജനാധിപത്യം? ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തെരുവിൽ പ്രകടനം നടത്തുന്നതും ജാഥ വിളിക്കുന്നതുമാണോ ജനാധിപത്യം? നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളുടെ ഹൈക്കമാൻഡ് എടുക്കേണ്ട ഒരു ആഭ്യന്തര തീരുമാനത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നു, ഭരണം സ്തംഭിക്കുന്നു. ഇതല്ലേ കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? നേരത്തെ കേരളത്തിൽ നമ്മുടെയൊക്കെ ഒരു അറിവുള്ള കാലത്ത്, ഞാൻ വളരെ പഴയതിലേക്ക് പോവുകയല്ല, ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് കേരളത്തിലെ കോൺഗ്രസിൽ 2 ഗ്രൂപ്പാണ്, A ഗ്രൂപ്പും I ഗ്രൂപ്പും. കരുണാകരനും ആന്റണിയും മാറി മാറി വരും. പിന്നെ അവരുടെ കാലം കഴിഞ്ഞു ഉമ്മൻചാണ്ടിയും അതുപോലെ രമേശ് ചെന്നിത്തലയും വന്നു. അപ്പോഴും ഏറെക്കുറെ 2 ഗ്രൂപ്പായിട്ടാണ് പോയത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എത്ര ഗ്രൂപ്പുകളാണ്, ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദ ശക്തികളാണ്. അങ്ങനെ സമ്മർദ്ദ ശക്തികളും ഗ്രൂപ്പുകളുമായിട്ട് പോകുന്ന ഒരു സംഘത്തിന് എങ്ങനെയാണ്, ഒരു ആൾക്കൂട്ടത്തിന് എങ്ങനെയാണ് നേരെ ചൊവ്വ ഭരണം നടത്താൻ വേണ്ടി കഴിയുക? ഇതാ ഞങ്ങളുടെ ആശങ്ക. കാരണം ഞങ്ങൾ ജയിച്ചത് നിങ്ങളാണെങ്കിലും ഞങ്ങളും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്, ഇവിടുത്തെ പൗരന്മാരല്ലേ. ഈ നാടിൻ്റെ ഭരണം നേരെ നടക്കണ്ടേ? നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ നയങ്ങളോടോ നിങ്ങളുടെ പോളിസിയോടോ കൊണ്ടുള്ള അംഗീകാരമല്ല. ഞങ്ങൾ തീർച്ചയായിട്ടും പറയുന്നു, ഞങ്ങൾക്കേറ്റ തിരിച്ചടി ഞങ്ങളുടെ നിഷേധ വോട്ടാണ്, ഞങ്ങളോടുള്ള നിഷേധ വോട്ടാണ്. പക്ഷെ കിട്ടിയൊരു അവസരം അത് നിങ്ങൾ എല്ലാ കാലത്തെയും പോലെ ഇങ്ങനെ നാട്ടിൽ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, തുടക്കത്തിൽ തന്നെ അങ്ങനെ പോകുന്നത്. സാധാരണ റജിയും പറയുമല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഇതാണോ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കുക? ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തെരുവിൽ ജാഥ വിളിക്കുകയും ഗ്വാഗ്വാ വിളിക്കുകയും ഒരു കൂട്ടർ പ്രകടനം നടത്തുക, മറ്റൊരു കൂട്ടർ ഫ്ലക്സിൽ പാലഭിഷേകം നടത്തുക. ഇതെന്തേ ഏത് നാട്ടിലെ കൾച്ചറാ അത്? ഇങ്ങനെ ഈ വലിയ ആൾവലിപ്പത്തിലുള്ള ഫ്ലക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പാലഭിഷേകം നടത്തുക എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണോ?
ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടോ? എന്നിട്ട് അതൊക്കെ ജനാധിപത്യ പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നതിന് തമാശ എന്നല്ലാതെ വേറെന്ത് പറയാൻ? ഞങ്ങൾ ആ കാര്യങ്ങളാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ ജനാധിപത്യം നടത്തുന്നതിനോ നിങ്ങളുടെ യോഗം കൂടുന്നതിനോ നിങ്ങൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രോസസ് ഇതൊന്നും ഞങ്ങൾ വിമർശിക്കേണ്ട കാര്യമല്ല. CPIM അതിൻ്റെ പ്രതിനിധിയായി ഞാനോ വിമർശിക്കേണ്ട കാര്യമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ നാട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്, നാടിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തെ തകർക്കുന്നത്, നിങ്ങളുടെ ഭരണം നാട്ടിൽ വലിയ അരാജകത്വത്തിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത്. അത് നമ്മൾ പിന്നെ കർണാടകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ രാജസ്ഥാനിൽ കണ്ടതാണ്. രാജസ്ഥാനിൽ നിങ്ങളുടെ ഭരണം പോയിട്ട് BJP വരാൻ കാരണം എന്താ? അവിടെ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കമല്ലേ? തമ്മിലടിച്ച് അവസാനം BJPക്ക് കൊണ്ടുപോയി കൊടുക്കുകയല്ലേ ചെയ്തത്. അവിടെ എക്സിറ്റ് പോളുകളെല്ലാം അന്ന് ആ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി ഓർമ്മിക്കുമല്ലോ. കോൺഗ്രസ് വരുമെന്നല്ലേ പറഞ്ഞത്. അതല്ല അതിൽ ആ കാര്യം എനിക്ക് പെട്ടെന്ന് ഇത് താങ്കൾ ഇത് പറഞ്ഞപ്പോൾ രാജസ്ഥാനിലെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, അന്ന് അവിടെ സച്ചിൻ പൈലറ്റ് വളരെ കൃത്യമായി തന്നെ ആ തെരഞ്ഞെടുപ്പിൽ നയിച്ചു. അവസാനം സച്ചിൻ പൈലറ്റ് മനസ്സിലാക്കുന്നില്ല ഈ ഗെലോട്ട് കളിക്കുന്ന കളി. ഗെലോട്ട് നേരത്തെ തന്നെ ചില ആൾക്കാരെ MLA-മാരെ കൃത്യമായി ഒപ്പിച്ചു വെക്കുന്നു, അവസാനം സച്ചിൻ പൈലറ്റിനെ പുറത്താക്കുന്നു. സമാനമായ ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ KC വേണുഗോപാൽ കൃത്യമായി തന്നെ ആരെയൊക്കെ മത്സരം ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നു. ആ 46 പേർ ഈ മീറ്റിങ്ങിലിരുന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു. ഇവിടെ പണിയെടുത്തത് VD സതീശൻ എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്, വോട്ട് ചെയ്തവരും പറയുന്നത്. സച്ചിൻ പൈലറ്റിന് പറ്റിയ ഒരു പണി ഇവിടെ VD സതീശന് കിട്ടാൻ പോവുകയാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നില്ലേ? തീർച്ചയായിട്ടും അതന്നെയല്ലേ കർണാടകത്തിൽ ഉണ്ടായത്. കർണാടകത്തിൽ നിങ്ങൾ ഓർമ്മിക്കുമല്ലോ, യഥാർത്ഥത്തിൽ BJPയുടെ ഭരണകാലത്ത് വലിയ വേട്ടയാടലിന് വിധേയനായതാണ് DK ശിവകുമാർ. അദ്ദേഹമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. പണത്തിൻ്റെ സ്വാധീനമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആളും അർത്ഥവുമുണ്ട്. DK ശിവകുമാർ അങ്ങനെ നമ്മൾ കരുതുന്നത് പോലെ പാർലമെന്ററി ഡെമോക്രസിയിലെ നേരായ വഴിക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെ പല ഗിമ്മിക്കുകളും കളിച്ചിട്ടാണ്, മണി പവറും മസിൽ പവറും എല്ലാം ഉപയോഗിച്ചിട്ട്. പക്ഷെ മുന്നിൽ നിന്നത് DK ശിവകുമാറാണ് തെരഞ്ഞെടുപ്പ് സമയത്ത്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ അദ്ദേഹം റജി ജനാധിപത്യം എന്ന് അവകാശപ്പെടുന്ന ആ പ്രോസസ്സ് വന്നപ്പോഴോ സിദ്ധരാമയ്യക്ക് വേണ്ടിയിട്ട് 100 ആളുകൾ, ശിവകുമാറിന് വേണ്ടി ആകെ 10-30 ആളുകൾ മാത്രം. ഇങ്ങനെയല്ലേ അവിടെ നടത്തിയത്. ഇനി അങ്ങനെ ഉണ്ടായതാണെന്ന സ്ഥിതി നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇപ്പൊ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിനെ കേരളത്തിൽ തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉയർത്തിയത് ആരാ? രമേശ് ചെന്നിത്തലയല്ലേ. എന്താ രമേശ് ചെന്നിത്തല പറഞ്ഞത്? ഇതുപോലെ അന്നും ഹൈക്കമാൻഡ് MLA-മാരെ വിളിച്ചിട്ട്, അന്ന് പ്രതിപക്ഷത്താണ് കോൺഗ്രസ്, ആരാകണം നിങ്ങളുടെ CLPയുടെ ലീഡർ? അതിനുവേണ്ടി ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വന്നിട്ട് MLA-മാരോട് അഭിപ്രായം ചോദിച്ചു. ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് രമേശ് ചെന്നിത്തല പറയുന്നു കൂടുതൽ ആളുകൾ എൻ്റെ പേരാണ് പറഞ്ഞത്. ആരുടെ? രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത്. പക്ഷെ ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നത് VD സതീശന്റെ പേരാണ്. അത് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥ ജീവചരിത്രം പിന്നീട് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ വന്നിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 2021 രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത്. അദ്ദേഹം മാറി നിന്നിട്ട് രമേശ് ചെന്നിത്തലയുടെ പേര്, കാരണം 2016 മുതലുള്ള പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല, ആ നിലയിൽ അദ്ദേഹം തുടരട്ടെ എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു. MLA-മാർ ഭൂരിപക്ഷവും CLP യോഗത്തിലും അതുപോലെ ഹൈക്കമാൻഡിനോട് പ്രതികളോടും രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു, അങ്ങനെ ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞിട്ടും ജനാധിപത്യം പാലിച്ചില്ല. അതിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിക്കലല്ലേ ജനാധിപത്യം? റജി പറഞ്ഞ ജനാധിപത്യം ഇപ്പൊ ഏറെക്കുറെ ചിത്രം വ്യക്തമാണ്. ശ്രീ VP മൂസഭ, ചിത്രം വ്യക്തമാണ്.